നടി ആക്രമിക്കപ്പെട്ട കേസിൽ ഈ വരുന്ന ഡിസംബർ 8-ന് അന്തിമവിധി വരുമ്പോൾ അവസാനിക്കുന്നത് 8.5 വർഷം നീണ്ട വിചാരണയാണ്. ഡിസംബർ 8 ആകാൻ ഇനി ഒരു പകലും ഒരു രാത്രിയും മാത്രം. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് വിധി പറയുക. കൊട്ടേഷൻ നൽകിയത് പ്രകാരം അപകീർത്തികരമായ ദൃശ്യങ്ങൾ പകർത്താൻ നടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്നാണ് കേസ്. നടിയെ പീഡിപ്പിച്ച കേസിൽ ഒന്നാം പ്രതി SN സുനിൽ എന്ന പൾസർ സുനി അടക്കം 9 പ്രതികളാണ് വിചാരണ നേരിട്ടത്. 8ാം പ്രതിയാണ് നടൻ ദിലീപ്. പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി ഹണി M വർഗീസാണ് സാക്ഷി വിസ്താരം പൂർത്തിയാക്കിയത്. ദിലീപ് ഉൾപ്പെടെ എല്ലാ പ്രതികളും ഡിസംബർ 8-ന് വിചാരണ കോടതിയിൽ ഹാജരാകണം. വാദം ഉൾപ്പെടെയുള്ള വിചാരണ നടപടികൾ കഴിഞ്ഞ ഏപ്രിൽ 11-നാണ് പൂർത്തിയായത്. തുടർന്ന് കഴിഞ്ഞ 27 തവണയും വാദത്തിൽ വ്യക്തത വരുത്താനായി കോടതി കേസ് മാറ്റുകയായിരുന്നു. 8.5 വർഷം നീണ്ട കേസ് സമൂഹത്തിൽ വലിയ ചർച്ചാ വിഷയമായിരുന്നു. പ്രതികളിൽ ഒരാളായ നടൻ ദിലീപിന്റെ ഭാവി അടക്കമുള്ള കാര്യങ്ങളിൽ ഡിസംബർ 8-ലെ അതായത് നാളത്തെ വിധി നിർണായകമാകും. ആക്രമിക്കപ്പെട്ട നടിയോടുള്ള വ്യക്തിവൈരാഗ്യം മൂലം ഒന്നാം പ്രതിയായ പൾസർ സുനിക്ക് കൊട്ടേഷൻ നൽകിയത് ദിലീപാണെന്ന പ്രോസിക്യൂഷൻ വാദവും മെമ്മറി കാർഡ് പരിശോധന ഉൾപ്പെടെയുള്ള വിഷയങ്ങളും ഈ കേസിൽ ഉയർന്നുവന്ന പ്രധാന കാര്യങ്ങളാണ്. വിചാരണ പൂർത്തിയാക്കിയ കോടതി പ്രോസിക്യൂഷനോട് ഉന്നയിച്ച സംശയങ്ങൾക്ക് മറുപടി ലഭിച്ച ശേഷമാണ് വിധി പറയുന്ന തീയതി പ്രഖ്യാപിച്ചത്. നെടുമ്പാശ്ശേരി പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് ക്രൈംബ്രാഞ്ചാണ് അന്വേഷണം പൂർത്തിയാക്കിയത്. അനുബന്ധ കുറ്റപത്രം അനുസരിച്ച് ബലാത്സംഗം ഗൂഢാലോചന കേസിലാണ് ദിലീപിനെ പ്രതി ചേർത്തത്. 2017 ഫെബ്രുവരി 17-നാണ് കൊച്ചി നഗരത്തിൽ ഓടുന്ന വാഹനത്തിൽ വെച്ച് നടി ആക്രമിക്കപ്പെട്ടത്. 261 സാക്ഷികളെ വിസ്തരിച്ച കോടതി 1700 രേഖകളും പരിഗണിച്ചു. 2017 ഫെബ്രുവരിയിൽ അറസ്റ്റിലായ പൾസർ സുനിക്ക് കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചിരുന്നു. വിചാരണ നടപടി വൈകുന്നതിൽ കടുത്ത അതൃപ്തി അറിയിച്ചാണ് സുപ്രീം കോടതി സുനിക്ക് ജാമ്യം അനുവദിച്ചത്. 2017 ജൂലൈ 10-നാണ് ദിലീപ് അറസ്റ്റിലായത്. പിന്നീട് ഒക്ടോബറിൽ ഉപാധികളോടെ ജാമ്യം ലഭിച്ചു. ആദ്യം 7 പ്രതികൾ ഉണ്ടായിരുന്ന കേസിൽ പിന്നീട് ദിലീപിനെ 8ാം പ്രതിയാക്കി അനുബന്ധ കുറ്റപത്രം സമർപ്പിക്കുകയായിരുന്നു. കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ദിലീപിന്റെ ഹർജി ഇക്കഴിഞ്ഞ ഏപ്രിലിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തള്ളുകയും ചെയ്തു. നടിയെ ആക്രമിച്ച കേസ് ഇവർ ദിലീപിനെ പിന്തുണച്ചവരും മൊഴി മാറ്റുകയും ചെയ്തു. കേരളത്തിലെ ഏറെ ചർച്ചയായ ഒരു കേസായിരുന്നു മലയാള സിനിമയിലെ പ്രമുഖ നടിയെ ആക്രമിച്ച കേസ്. അതിൽ പ്രതിപട്ടികയിലുള്ള ആൾ മലയാള സിനിമയിലെ പ്രമുഖ നടൻ ദിലീപും. സംഭവം നടന്നപ്പോൾ നടിയുടെ കൂടെ ഉണ്ടായിരുന്നവർ പിന്നീട് ദിലീപിനെ പിന്തുണച്ചു. 2017 ഫെബ്രുവരി 17-ന് കേരളത്തെയും മലയാള സിനിമയെയും ഒന്നടങ്കം ഞെട്ടിച്ച ഒരു സംഭവമാണ് കൊട്ടേഷൻ പീഡനം. മലയാള സിനിമയിലെ ഒരു പ്രമുഖ നടി കാറിനുള്ളിൽ വെച്ച് അതിക്രൂരമായി ആക്രമിക്കപ്പെടുന്നു. പിന്നീട് ഇതൊരു കൊട്ടേഷൻ പീഡനമായിരുന്നു എന്ന ഞെട്ടിക്കുന്ന വാർത്തകൾ പുറത്തു വന്നു. 2017 ഫെബ്രുവരി 17 തൃശൂർ കൊച്ചി ഹൈവേയിൽ ഓടുന്ന കാറിനുള്ളിൽ വെച്ച് നടി നേരിട്ടത് ക്രൂരമായ പീഡനമായിരുന്നു. കേരളം ഒന്നടങ്കം നടിക്ക് അനുകൂലമായി നിന്നെങ്കിലും പ്രതിപട്ടികയിൽ മലയാളത്തിലെ പ്രമുഖ നടൻ ദിലീപ് ഉണ്ടെന്ന വാർത്ത പുറത്തു വന്നപ്പോൾ പലരും അവരുടെ നിലപാട് മാറ്റുകയായിരുന്നു. നടിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ പൾസർ സുനിയെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും 1ാം പ്രതിയാവുകയും ചെയ്തു. ചോദ്യം ചെയ്യലിൽ നടൻ ദിലീപ് നൽകിയ കൊട്ടേഷനാണെന്ന് പുറത്തു വന്നു. മലയാള സിനിമയിലെ താരങ്ങളുടെ സംഘടനയായ അമ്മ ആദ്യം നടിക്കൊപ്പം നിന്നെങ്കിലും പിന്നീട് അവരിൽ പലരും ദിലീപിന് അനുകൂലമായി നിന്നു. അമ്മയിൽ നിന്നും ദിലീപിനെ ആദ്യം പുറത്താക്കിയെങ്കിലും പിന്നീട് തിരിച്ചെടുക്കുകയും എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തി. തുടർന്ന് മലയാള സിനിമയിലെ ഏറ്റവും വലിയ മുന്നേറ്റമായ വിമൺ ഇൻ സിനിമ കളക്റ്റീവ് രൂപീകരിച്ചു. റീമ കല്ലിങ്ങൽ ഉൾപ്പെടെയുള്ള പ്രമുഖ നടിമാർ അമ്മ എന്ന സംഘടന വിട്ടിറങ്ങി. നടി ആക്രമിക്കപ്പെട്ട കേസ് പുറത്തു വന്നതോടുകൂടി മലയാള സിനിമയിലെ സ്ത്രീകൾക്ക് മേലെയുള്ള ചൂഷണം തടയാനും അവയെക്കുറിച്ച് പഠിക്കാനും ഹേമ കമ്മിറ്റിയെ നിയോഗിച്ചു. 2017 ഫെബ്രുവരി 18-നായിരുന്നു നടി ആക്രമിക്കപ്പെട്ട വിവരം പുറത്തുവരുന്നത്. ശേഷം കൊച്ചി ദർബാർ ഹാളിൽ നടിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സിനിമാ പ്രവർത്തകർ ഒത്തുകൂടുകയായിരുന്നു. അവിടെ വെച്ച് മഞ്ജു വാര്യർ സംഭവത്തിന് പിന്നിൽ ക്രിമിനൽ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന് ആരോപിച്ചു. പിന്നീട് ഈ കേസിന്റെ ഗതി മാറുകയും അന്വേഷണം ഊർജിതമാവുകയും ചെയ്തു. പോലീസ് ദിലീപിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു. ജൂലൈ 10-ന് ദിലീപ് അറസ്റ്റിലായി. ആദ്യം നടിയെ അനുകൂലിച്ച പലരും പിന്നീട് ദിലീപിന് പിന്തുണ പ്രഖ്യാപിച്ചു. പ്രതികൂലമായി സാക്ഷി പറഞ്ഞവർ പലരും കോടതിയിൽ മാപ്പ് പറയിച്ചു. സങ്കല്പിച്ച് കുറ്റവാളികളെ ഉണ്ടാക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ അതിന് പിറകിൽ പോലീസിന് പോകാൻ കഴിയില്ല എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ആദ്യം നടിയെ പിന്തുണച്ച് രംഗത്ത് വന്ന സംവിധായകൻ ലാൽ ജോസും നടന്മാരായ സലീം കുമാറും അജു വർഗീസും പിന്നീട് ദിലീപിനെ അനുകൂലിച്ച് മുന്നോട്ട് വന്നു. കഴിഞ്ഞ 26 വർഷമായി ദിലീപിനെ അറിയാമെന്നും ആര് കരിവാരി തേക്കാൻ ശ്രമിച്ചാലും ഒപ്പം ഉണ്ടാകുമെന്ന്
ലാൽ ജോസ് ഫേസ്ബുക്കിൽ കുറിച്ചു. ദിലീപേട്ടനോട് ഇപ്പോൾ കാണിക്കുന്നത് നിർബന്ധിതമായി പ്രതിയാക്കാനുള്ള ശ്രമമാണെന്നും സത്യങ്ങൾ ചുരുളഴിയുന്നതുവരെ കുറ്റപ്പെടുത്താതെ ഇരുന്നുകൂടെ എന്ന് അജു വർഗീസ് ചോദിച്ചു. ദിലീപിനെതിരെ സിനിമയിലെ തന്നെ ചില സഹോദരന്മാർ ചരട് വലിക്കുന്നു. നടിയെയും പൾസർ സുനിയെയും നുണ പരിശോധനയ്ക്ക് വിധേയരാക്കണമെന്ന് സലീം കുമാറും പ്രതികരിച്ചു. എന്നാൽ പോസ്റ്റ് വിവാദമായതോടുകൂടി അദ്ദേഹം അത് പിൻവലിച്ചു. എന്നിരുന്നാലും 2023 അദ്ദേഹം ദിലീപിനെ വിശ്വസിക്കുന്നുവെന്ന് പറഞ്ഞു. അസോസിയേഷൻ ഓഫ് മലയാളം മൂവി ആർട്ടിസ്റ്റ് എന്ന സംഘടനയുടെ 23ാമത് ജനറൽ ബോഡി യോഗത്തിൽ ദിലീപിനെതിരെയുള്ള ശക്തമായ ആരോപണങ്ങളെയും പങ്കിനെയും കുറിച്ച് ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. പക്ഷേ ഈ ചോദ്യങ്ങൾക്ക് മുകേഷും ഗണേഷ് കുമാറും പൊട്ടിത്തെറിച്ചു. ആടിനെ പട്ടിയാക്കി പേപ്പട്ടിയാക്കി തല്ലിക്കൊല്ലുന്നത് ശരിയല്ല എന്ന് ഗണേഷ് കുമാർ പ്രതികരിച്ചു. എന്നാൽ മുകേഷിന്റെയും ഗണേഷിന്റെയും പെരുമാറ്റത്തിൽ ക്ഷമ ചോദിച്ച് അന്നത്തെ അമ്മ പ്രസിഡന്റ് അന്തരിച്ച നടൻ ഇന്നസെന്റ് രംഗത്തെത്തി. എന്നിരുന്നാലും അദ്ദേഹവും ദിലീപിനെ പിന്തുണച്ചിരുന്നു. അമ്മ സംഘടനയിൽ നിന്നും ഒരാളെ പുറത്താക്കണമെങ്കിൽ ശക്തമായ കാരണം വേണം. ആരോപണങ്ങൾ കേട്ട് നടപടിയെടുക്കാൻ കഴിയില്ല. കോടതി ശിക്ഷിക്കട്ടെ, അപ്പോൾ പുറത്താക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാമെന്ന് സിദ്ദിഖ് പ്രതികരിച്ചു. എന്നാൽ 2 ആഴ്ചയ്ക്കുള്ളിൽ ദിലീപ് അറസ്റ്റിലായി. അറസ്റ്റ് രേഖപ്പെടുത്തിയതിന് പിന്നാലെ മമ്മൂട്ടിയുടെ വീട്ടിൽ അമ്മയുടെ ഒരു യോഗം ചേരുകയും ദിലീപിന്റെ അമ്മയിലെ അംഗത്വം റദ്ദാക്കുകയും ചെയ്തു. പൃഥ്വിരാജ്, ആസിഫ് അലി ഉൾപ്പെടെയുള്ള പ്രമുഖ നടന്മാരുടെ സമ്മതത്തിൽ ആയിരുന്നു വേഗത്തിലൊരു തീരുമാനം അന്നെടുത്തത് എന്ന വാർത്തകൾ വന്നിരുന്നു. എന്നാൽ കൂട്ടായ തീരുമാനമാണ് ഉണ്ടായത് എന്ന് പൃഥ്വിരാജ് പിന്നീട് പറഞ്ഞിരുന്നു. കൂടാതെ കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും ഫിലിം എംപ്ലോയീസ് ഫെഡറേഷൻ ഓഫ് കേരളയും ദിലീപിന്റെ പ്രാഥമിക അംഗത്വം സസ്പെൻഡ് ചെയ്തു. ഈ കേസിൽ 85 ദിവസത്തിൽ ദിലീപ് ജയിലിൽ കഴിഞ്ഞു. താരത്തെ കാണാൻ സിനിമാ മേഖലയിലെ പ്രമുഖർ എത്തിയിരുന്നു. 78 സന്ദർശകരായിരുന്നു ദിലീപിനെ 85 ദിവസത്തിനുള്ളിൽ കാണാൻ ജയിലിൽ എത്തിയത്. സംവിധായകൻ രഞ്ജിത്ത് ബി ഉണ്ണികൃഷ്ണൻ, ലാൽ ജോസ്, നിർമ്മാതാവ് എം രഞ്ജിത്ത്, ആന്റണി പെരുമ്പാവൂർ, ജയറാം, വിജയരാഘവൻ, ഹരിശ്രീ അശോകൻ എന്നിവരടക്കം നിരവധി ആളുകൾ അന്ന് ജയിലിൽ എത്തിയിരുന്നു. കോടതി അയാളെ കുറ്റക്കാരനെന്ന് പ്രഖ്യാപിക്കുമ്പോൾ മാത്രമേ നമുക്ക് അയാളെ കുറ്റക്കാരനായി കാണാൻ പറ്റൂ. കോടതി കുറ്റക്കാരനായിട്ട് പ്രഖ്യാപിക്കാത്ത ഒരാളെയും കുറ്റക്കാരനായി കാണാനുള്ള അവകാശം എനിക്കോ നമ്മൾക്കാർക്കുമോ തന്നെയില്ല. കോടതി അത്തരത്തിൽ തെളിവുകൾ പരിശോധിച്ച് തീരുമാനമെടുക്കുന്നതുവരെ അയാൾ കുറ്റക്കാരനല്ല എന്ന് ഗണേഷ് കുമാർ പറഞ്ഞത് അന്ന് വൻ വിവാദമായിരുന്നു. ദിലീപ് ഇരയാണെന്ന തരത്തിലുള്ള പ്രതികരണങ്ങളും വന്നിരുന്നു. ശേഷം ദിലീപിന്റെ രാമലീല എന്ന ചിത്രത്തിന്റെ റിലീസ് പ്രഖ്യാപിച്ചു. അവനോടൊപ്പം എന്ന ഹാഷ്ടാഗിൽ ലാൽ ജോസ് സിനിമ പോസ്റ്റ് പങ്കുവച്ചു. ചിത്രം ദിലീപ് ആരാധകർ ഇരുകൈയും നീട്ടി സ്വീകരിച്ചു. അതിലെ ഡയലോഗുകളും ആരാധകർ ഏറ്റെടുത്തു. ശേഷം ഒക്ടോബറിൽ ദിലീപ് പുറത്തിറങ്ങി. അന്ന് വൻ സ്വീകാര്യത തന്നെയായിരുന്നു ദിലീപിന് ലഭിച്ചത്. 2018 ജൂൺ 24 അമ്മയുടെ യോഗത്തിൽ ദിലീപിനെ തിരിച്ചെടുക്കാൻ തീരുമാനിച്ചിരുന്നു. അന്ന് അമ്മയുടെ പ്രസിഡന്റായി മോഹൻലാൽ ആയിരുന്നു. ദിലീപിനെ തിരിച്ചെടുക്കണമെന്ന ആവശ്യം ഉന്നയിച്ചത് ഊർമിള ഉണ്ണിയായിരുന്നു. അന്നത്തെ മീറ്റിംഗിൽ മാധ്യമങ്ങൾക്ക് പ്രവേശനം നിഷേധിച്ചിരുന്നു. ദിലീപിനെ പുറത്താക്കാൻ തിടുക്കപ്പെട്ടെടുത്ത തീരുമാനം സംഘടന ചട്ടപ്രകാരമല്ലായിരുന്നു എന്നും സാങ്കേതികമായി നിലനിൽക്കില്ല എന്നും ഇടവേള ബാബു വ്യക്തമാക്കി. ഈ തീരുമാനത്തിൽ പ്രതിഷേധിച്ച റിമ കലിംഗൽ, രമ്യ നമ്പീശൻ ഉൾപ്പെടെയുള്ള 4 നടിമാർ രാജിവെച്ചു. സംഭവം വലിയ വിവാദമായി. താൻ കാരണം തന്നെ സ്നേഹിക്കുന്നവർക്ക് ബുദ്ധിമുട്ട് ഉണ്ടാകരുത് എന്നും സംഘടനയിലേക്ക് തിരിച്ചു വരുന്നില്ല എന്നും ദിലീപ് അറിയിച്ചു.